തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യാൻ കാലതാമസമുണ്ടായെന്നും ഡോക്ടർ തീരുമാനം എടുക്കാൻ വൈകിയെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയത്. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിൽ KGMOയെ പ്രതിഷേധവും ശക്തമാക്കിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഡോക്ടറുടെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണത്. അതായത് ഈ ഒരു സിസേറിയൻ ചെയ്യാൻ കാലതാമസം വരുത്തി, ആ കാലതാമസം ഈ നവജാത ശിശുവിന്റെ ജീവനെടുത്തു എന്നുള്ളതാണോ റിപ്പോർട്ടിൽ പറയുന്നത്? തീർച്ചയായും രാഖി, അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ഡോക്ടറുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. ഇതാണ് നവജാത ശിശുവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ടും പറയുന്നത്. അതായത് സിസേറിയൻ ചെയ്യുന്നതിന് കാലതാമസം വന്നു. ഡോക്ടർ എടുക്കേണ്ട തീരുമാനം അത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വേഗത്തിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്നാൽ ഡോക്ടറുടെ ഭാഗത്തുനിന്നും അങ്ങനെ തീരുമാനമെടുക്കാൻ വൈകി കാലതാമസം വന്നു. ഇത് ഈ പെൺകുട്ടിയുടെ ശാരീരികാവസ്ഥയെ തന്നെ മോശമാക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. മാത്രമല്ല കുട്ടിയുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തി. ഇതേ തുടർന്നാണ് കുട്ടിക്ക് മരിക്കേണ്ട സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നവജാത ശിശു പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലേബർ റൂമിൽ കയറ്റിയതിനു ശേഷവും തീരുമാനമെടുക്കാൻ വൈകിയിരുന്നു. ഇതേ തുടർന്നാണ് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. പുലർച്ചെ 7 മണിയോടുകൂടി തന്നെ ലേബർ റൂമിൽ കയറിയതാണ്. എന്നാൽ തുടർന്ന് ഇത്തരത്തിൽ നടപടികൾ എടുക്കുന്നതിന് തീരുമാനമെടുക്കുന്നതിനൊക്കെ വലിയ രീതിയിൽ കാലതാമസം ഡോക്ടറുടെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് ശസ്ത്രക്രിയ നടത്താൻ പോലും തുടക്കത്തിൽ തയ്യാറായില്ല. 12 മണി കഴിഞ്ഞു പിന്നിട്ടിട്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് പോലും നടന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം 2 മണിക്ക് ശേഷമാണ്, അങ്ങനെ കാത്തിരുന്ന് 2 മണിക്ക് ശേഷമാണ്, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്താനുള്ള തീരുമാനത്തിലേക്കൊക്കെ ഡോക്ടർ എത്തുന്നത്. ഇതൊക്കെയാണ് ഇത്തരത്തിൽ വീഴ്ചയ്ക്ക് കാരണമായത് എന്നതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ബിന്ദു സുന്ദറിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു. അവർ എടുത്ത തീരുമാനങ്ങൾ എല്ലാം ഈ രോഗിയുടെ ശാരീരികാവസ്ഥയും അവസ്ഥ കണ്ടുകൊണ്ട് വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതാണ്. സിസേറിയൻ ചെയ്യാൻ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. വാട്ടർ ബ്രേക്ക് അടക്കം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രോഗിയുടെ ശാരീരികാവസ്ഥ കൂടി നോക്കിക്കൊണ്ട് വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാനുള്ള ചുമതല ഡോക്ടർക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ്. എന്നാൽ അത് നിറവേറ്റാൻ ബിന്ദു സുന്ദറിന് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ ബിന്ദു സുന്ദറിനെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. ആദ്യം നിർബന്ധിത അവധിയിൽ പറഞ്ഞയക്കുകയായിരുന്നു. എന്നാൽ തുടർന്ന് BJP അടക്കമുള്ളവർ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ബിന്ദു സുന്ദറിന് വീഴ്ച പറ്റിയെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. തുടർന്ന് പ്രതിഷേധത്തിന് ശക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബിന്ദു സുന്ദറിന് ഇത്തരത്തിൽ സസ്പെൻഷൻ നൽകുന്നത്. തുടർന്നാണ് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചുവെന്ന റിപ്പോർട്ടിൽ പറയുന്നത്. രാഖി, വളരെ ഗുരുതരമായ വീഴ്ചകൾ ഈ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബിന്ദു സുന്ദർ അവർ എടുത്ത ഒരു അലംഭാവമാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്തത് എന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്ര ബിന്ദു സുന്ദർമാരുണ്ട് രാഖി, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെ ഒരു സാധാരണക്കാരൻ ഈ സർക്കാർ ആശുപത്രിയിൽ വിശ്വസിച്ച് പോകും? അതായത് സാധാരണക്കാരാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെ സമീപിക്കാറുള്ളൂ. കാരണം അത്രത്തോളം വിശ്വാസം നഷ്ടമായി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, തങ്ങൾക്ക് പറഞ്ഞത് കേട്ടില്ല, ഞങ്ങൾക്ക് ഭയമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അമൃത ആശുപത്രിയിലേക്ക് സർജറിക്ക് വേണ്ടി പോയത് എന്നുള്ളതാണ്. പ്രശാന്ത് ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രശാന്ത്, ഈ അന്വേഷണ റിപ്പോർട്ട് എന്തായാലും പ്രശാന്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കൂടി അറിയണം അശ്വതി. കാരണം ഒരു അന്വേഷണ റിപ്പോർട്ട് വരെ എത്തി, പക്ഷെ അതിൽ നിന്ന് അടുത്തപടി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കാരണം നമ്മുടെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ വല്ലാതെ ചൂടാകുന്നുണ്ട്. കാരണം നിങ്ങൾ എന്റെ ചിത്രം വാർത്ത നൽകിയില്ല, ഞാനാണോ ശസ്ത്രക്രിയ ചെയ്യുന്നത് എന്നൊക്കെയാണ്. മാധ്യമ പ്രവർത്തനവും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനും ഈ മാധ്യമ പ്രവർത്തനമൊക്കെ ചെയ്തതാണ്. പക്ഷെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആ പദവി ഉപയോഗിച്ച് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇന്ന് മന്ത്രിയോട് ഉത്തരം ചോദിച്ചു പോകില്ലായിരുന്നു. മന്ത്രി പറയുന്നത് അതിനെന്താ, ചികിത്സാ പിഴവ് സംഭവിച്ചു, ഞാൻ നടപടി എടുത്തില്ലേ, സസ്പെൻഷൻ കൊടുത്തില്ലേ? ഇതാണോ മന്ത്രി ചെയ്യേണ്ടത്? മന്ത്രി ഇതിനു മുൻപും ഒരുപാട് ശസ്ത്രക്രിയാ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളാണ് മന്ത്രി. അതിന് പകരം ക്യാപ്സ്യൂളുകൾ നൽകി അല്ലെങ്കിൽ വിശദീകരണം നൽകി ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുകയല്ല രാഖി വേണ്ടത്. എന്തായാലും നമുക്കിത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നത് ആയിട്ടുള്ള കാര്യമല്ല. കാരണം എത്രയെത്ര ജീവനുകളാണ് പൊളിഞ്ഞത്. ഓരോ സംഭവം വരുമ്പോഴും ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നതാണ്. അതായത് ഈ ഒരു ആരോഗ്യമന്ത്രി ഒരിക്കൽ കൂടി വരണം, അപ്പോഴാണ്
പൂർണ്ണമായ ഒരു പതനം. ഏതാണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വെന്റിലേറ്ററിലാണ്. ആ വെന്റിലേറ്ററിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇനി ഇത്തരത്തിൽ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി തന്നെ തുടർന്നാൽ, അല്ലെങ്കിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ പരിതാപകരം, പൂർണ്ണമായ ഒരു പതനം സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും